ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജർമ്മനിയിലിപ്പോൾ കാർണിവലിൻ്റെ ഒരു സീസണാണ്. എല്ലാ വർഷവും ജർമ്മനിയിൽ കാർണിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 11-ാം തീയതി 11 മണി 11 മിനിറ്റിന് ശേഷമാണ്. ജർമ്മൻ കാർണിവലിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് റോസൻ മോണ്ടാഗാണ്. നമുക്ക് ഇംഗ്ലീഷിൽ റോസ് മൺഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സിറ്റിയായ ഡുസൽഡോഫിലാണ്. അപ്പോൾ ജർമ്മനിയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും കാർണിവൽ ആഘോഷിക്കാൻ പോകുന്ന പ്രധാന സിറ്റികളിലൊന്നാണ് ഡുസൽഡോഫ്, കൊളോൺ, ആഹൻ എന്നീ സിറ്റികൾ. ഇവിടെ മറ്റ് സിറ്റികളെക്കാട്ടിയും കമ്പയർ ചെയ്യുമ്പോൾ ആഘോഷങ്ങൾ കുറച്ച് കൂടുതലാണ്. ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. എല്ലാ ആൾക്കാരും മീൻസ് എല്ലാവരും അല്ല, ഒരു 80-90% ആൾക്കാരും പല കോസ്റ്റ്യൂമിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, നമ്മുടെ ഇന്ത്യൻ രാജാക്കന്മാരുടെ ഡ്രസ്സ് പോലും ഇട്ട് നിൽക്കുന്ന ജർമ്മൻസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല കോസ്റ്റ്യൂംസ് ധരിച്ചു വരുന്ന ആൾക്കാരെ നമുക്ക് സ്ട്രീറ്റിൽ കാണാൻ കഴിയും. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ കോസ്റ്റ്യൂമിലായിരിക്കും വരുന്നത്. ഞാനിവിടെ പോയപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ഇട്ടിട്ടില്ലായിരുന്നു, കാരണം എനിക്കൊരു നാണക്കേടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനും ഒരു കോസ്റ്റ്യൂം ഇടേണ്ടതായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ കോസ്റ്റ്യൂം ഇല്ലാതെ വരുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോക്കും. പക്ഷേ കോസ്റ്റ്യൂം ഇട്ട് പോകേണ്ടതായിരുന്നു. നീ നെക്സ്റ്റ് ടൈമിൽ എന്തെങ്കിലും ഒരു ഫണ്ണി കോസ്റ്റ്യൂം ഇട്ട് പോകണം. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ ജർമ്മനിയിലുള്ള ഫുഡും അതുപോലെ തന്നെ സ്വീറ്റ്സും ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കൗണ്ടറുകൾ റോഡിൻ്റെ സൈഡിൽ ഓപ്പൺ ചെയ്തേക്കും. പിന്നെ ഇതുപോലെ ആൽക്കഹോളൊക്കെ തള്ളിക്കൊണ്ട് പോകുന്ന ഒരുപാട് ടീംസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ടീനേജ് സ്റ്റുഡൻസ് നടത്തുന്നൊരു DJ ഇവൻ്റാണ്. അവരുടെയും കയ്യിൽ ആൽക്കഹോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ 18 വയസ്സിന് ശേഷം ആൽക്കഹോൾ കുടിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. പേരൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഈ ഫോൺ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇതുപോലെ ഒന്ന് പോസ് ചെയ്യും. ചില ആൾക്കാരൊക്കെ ഇതുപോലെ പോസ് ചെയ്യണത് ഭയങ്കര താല്പര്യമാണ്. ചിലർ പോസ് ചെയ്യാറില്ല. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇതാ കണ്ടില്ലേ, സ്വന്തം ഉന്തുവണ്ടി നിർമ്മിച്ച് അതിൽ കള്ളുകൂപ്പിയായിട്ട് അടിച്ച് പാമ്പായി നടക്കുന്ന എത്ര മനോഹരമായ കാഴ്ചകൾ. ഈ ഒരു ദിവസം ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല, എത്ര വേണോ വെള്ളം അടിച്ച് പാമ്പാവാം. പിന്നെ പോകുന്ന വഴികളിലൊക്കെ ഇതുപോലെയുള്ള ഇവൻറ്റ്സ് കാണാൻ കഴിയും. ഇതുപോലെയുള്ള എന്താ പറയുക, പെർഫോമേഴ്സ് അവരുടെ മുന്നിലൊരു ബാഗ് വെച്ചേക്കും. ആ ബാഗിനകത്ത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഇട്ട് കൊടുക്കാം. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ നടന്ന് നീങ്ങിയപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണിത്. എല്ലാ ആൾക്കാരും നീല കളറിലെ മുടിയും പച്ച കളറിലെ മുടിയും നീല കളറിലെ ഡ്രസ്സുമായിട്ടൊക്കെ അവർ തന്നെ നിർമ്മിച്ചെടുത്ത എന്തോ ഒരു സംഗീത പരിപാടിയാണ്. എന്തായാലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഒരു അമ്മച്ചി വന്നതിനകത്ത് കാശിട്ടിട്ട് പോയി. ഈ കാർണിവൽ ഒരു നാഷണൽ ഹോളിഡേ അല്ല ജർമ്മനിയിൽ. പക്ഷേ ഈ റോസൻ മോണ്ടാഗ് എന്ന് പറയുന്ന ആ ഒരു ദിവസം ജർമ്മനിയിലെ എല്ലാ സ്കൂളുകളിലും അവധിയായിരിക്കും. കാരണം ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റുകളിൽ മുഴുവൻ ജർമ്മൻ കുട്ടികളായിരിക്കും. കുട്ടികൾ വെറുതെ അല്ല, അവരുടെ കയ്യിൽ ഓരോ ബാഗും കാണും. അതെന്താണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുന്നോട്ടിനി കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ കുട്ടികൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണിന്നെന്ന്. അതിൻ്റെ കാരണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വണ്ടികളിൽ നിന്ന് ഇഷ്ടംപോലെ ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സൊക്കെ വാരി എറിഞ്ഞു കൊടുക്കും. അതെല്ലാം ബാഗിൽ കളക്ട് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. കളക്ട് ചെയ്യുന്ന കുട്ടികളെക്കാട്ടിയും സന്തോഷമാണ് ഇത് വാരി എറിഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുടെ മുഖത്ത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ കുട്ടികൾ മാത്രമല്ല, വയസ്സായ ആൾക്കാരും ഇത് വന്ന് പറക്കാറുണ്ട്. കിട്ടുന്ന അവസരം ആരും പാഴാക്കുന്നില്ല. കിട്ടുന്ന ചോക്ലേറ്റ് മുഴുവൻ എല്ലാവരും പറക്കിയെടുക്കുന്നുണ്ട്. എന്തായാലും ഒരു കവർ ചോക്ലേറ്റ്സുമായിട്ട് എല്ലാവർക്കും തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലരെങ്കിലും ഇപ്പോൾ ശ്രദ്ധിച്ചു കാണും. ഇതിൻ്റെ ഇടയിൽ നിന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയോ ഹലോ ഹലോ എന്ന് വിളിക്കുന്നത്. പക്ഷേ അത് ഹലോ ഹലോ എന്നല്ല, അത് ഹിലാവ് അല്ലെങ്കിൽ അലാഫ് എന്നാണ് ആൾക്കാരെ വിളിക്കുന്നത്. അതും ഈ ഒരു ട്രഡീഷൻ്റെ ഒരു ഭാഗമാണ്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നൊരു കാര്യം, ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാളവും ഞങ്ങളുടെ ഫ്രണ്ട്സായ അജിനും ഡോണയും ഈ സ്ട്രീറ്റിൻ്റെ മറ്റൊരു കോർണറിൽ നിന്ന് ചോക്ലേറ്റ്സ് പറക്കുകയാണ്. ഏകദേശം 3 കൂടെ ഒരു കവർ പറക്കിയെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി പോയിട്ട് നോക്കാം. ജർമ്മനിയിലെ പോലീസുകാരെ കാണാത്തവർക്ക് കാണാനുള്ള ഒരു അവസരമാണിത്. എന്തായാലും നല്ല അടിപൊളി സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് ആണ്. ഈ ആഘോഷങ്ങളും കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പിന്നിലൊരു നെഗറ്റീവ് പാർട്ട് കൂടിയുണ്ട്. ഈ ജർമ്മനിയിലെ സ്ട്രീറ്റുകളും അതുപോലെ തന്നെ റോഡും റെയിൽവേ സ്റ്റേഷനും ട്രെയിനിൻ്റെ അകത്തും ഒക്കെ ഫുള്ള് ഗാർബേജും
കുപ്പികളും അങ്ങനെ എല്ലാ കച്ചറ സാധനങ്ങളും കാണും. പക്ഷേ അതെല്ലാം അടുത്ത ദിവസം അത്രയും പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റുന്നു എന്നുള്ളതാണ് അതിലും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഈ പരേഡിൻ്റെ ഇടയിൽ ജർമ്മൻസ് മാത്രമല്ല മറ്റ് രാജ്യക്കാരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കണ്ട ഈ ഒരു സ്ട്രീറ്റ് ഷോയുടെ ഇടയിൽ മെക്സിക്കോ, പിന്നെ ജപ്പാൻ, അങ്ങനെ 1-2 രാജ്യക്കാരുടെ ഇവൻറ്റ്സ് കൂടി കണ്ടു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലെ ചെണ്ടമേളവും കഥകളിയുടെ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഭയങ്കര രസമായിരുന്നതെന്ന് എനിക്കിപ്പോൾ കണ്ടപ്പോൾ തോന്നി. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു കൊടിയൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ കലാരൂപങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ പോയെങ്കിൽ അത് ഇതിൽ മറ്റൊരു വലിയ ഹൈലൈറ്റായി മാറിയേനെ. പിന്നെ ഈ കാണുന്ന പിള്ളേരൊക്കെ സ്കൂളിലെ അധ്യാപകർ കൊണ്ടുവരുന്ന പിള്ളേരാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സാണെന്ന് തോന്നുന്നു ഇവരുടെ ബാഗിൽ ചോക്ലേറ്റ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. കുട്ടികളത് സ്ട്രീറ്റിലോട്ട് വാരി എറിയുന്നുണ്ട്. അവർക്കും അതൊരു സന്തോഷം, മേടിക്കുന്നവർക്കും സന്തോഷം. ഇതാ കണ്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ഉന്ത് വണ്ടികളിലൊക്കെ ചോക്ലേറ്റ്സ് മാത്രമല്ല, ചില വണ്ടികളിൽ കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങുന്നത് കാണാം. പിന്നെ പറയുമ്പോൾ അതും കൂടി എടുത്ത് പറഞ്ഞേക്കാം, നമ്മുടെ നാട്ടിലാണെങ്കിൽ പിള്ളേരൊക്കെ ആയാൽ പിന്നെ ആഘോഷങ്ങളും ഇല്ല, യാത്രകളും ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളായാലും ആയില്ലെങ്കിലും ഇനിയിപ്പോൾ പൊടിക്കുഞ്ഞ് ജനിച്ചാലും അവർക്ക് ആഘോഷം വിട്ടൊരു കളിയില്ല, പിള്ളേരെയും കൊണ്ടുപോകും. അത് ഞാനിപ്പോൾ ഇടയ്ക്ക് ക്രൂസ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പോലും ഈ 2-3 മാസമായ കുട്ടികളെ കൊണ്ട് ആൾക്കാർ ഹോളിഡേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതുമയുള്ള വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. ടേക്ക് കെയർ.